മീഡിയാസിലേക്ക് സ്വാഗതം. മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു ഭ്രമയുഗത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വരാൻ വേണ്ടിയിട്ട്. അതെ, എല്ലാവരും ആ ഒരു കാത്തിരിപ്പ് ആണ് എന്ന് തന്നെ പറയാം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും. ഒരുപക്ഷെ പണ്ടൊക്കെ കൊട്ടകയിൽ സിനിമ കാണുമ്പോൾ അതിൻ്റെ നോട്ടീസിന് വേണ്ടി ഓടിയ ബാല്യം പലർക്കും ഉണ്ടാകാം. നമ്മൾ സിനിമയിലൂടെയൊക്കെ ഇത് കണ്ടതാണെങ്കിൽ ഇന്ന് വേറൊരു തലത്തിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ നോക്കുമ്പോൾ ഇതിൻ്റെ ട്രെയിലറിന് വേണ്ടി നമ്മൾ അതേപോലെ തന്നെ കാത്തിരിക്കുകയാണ്. പക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായി വരുമ്പോൾ ഇവിടെ എടുത്ത് പറയാം മമ്മൂട്ടി എന്ന ഒറ്റ ഘടകം. അത് തന്നെയാണ് എല്ലാവരുടെയും അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകരുടെയും ഫോക്കസ് അങ്ങോട്ട് ചെല്ലുന്നത്. എന്തായാലും ഭ്രമയോഗം ടീം തന്നെ പ്രൊമോഷൻ ഗംഭീരമായിട്ട് എത്തിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു മോണോക്രോം രീതിയിൽ ഈ സിനിമ വരുന്നത് അവർ ഗംഭീര പ്രൊമോഷൻ തന്നെയാണ് നൽകുന്നത്. 30 കോടി ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമ ഒരു മിസ്റ്ററിയസ് സസ്പെൻസ് ത്രില്ലർ ആണ് എന്നുള്ളത് തന്നെ ഒഫീഷ്യലായിട്ട് അതിൻ്റെ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നു. അതായത് പക്ക ഡയറക്റ്റ് ആയിട്ടുള്ള ഡീലിംഗ് തന്നെയാണ് ഇതിൻ്റെ ടീമിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. മികച്ച സിനിമയായിരിക്കും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. അവർ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, ഇതൊരു മിസ്റ്ററിയസ് ത്രില്ലർ ടൈപ്പ് ഹൊറർ പ്ലസ് പീരിയോഡിക് ഫിലിം ആയിരിക്കും എന്നുള്ളത്. അതൊരു പാരാനോർമൽ ഫിലിം ഒന്നുമല്ല എന്നുള്ളത്, അതായത് പ്രേത സിനിമയല്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഭൂതകാലം കണ്ടിട്ട് അത് പ്രതീക്ഷിച്ച് വരണ്ട എന്നുള്ളത് തന്നെ അവർ ഉറപ്പിച്ചങ്ങ് പറയുന്നുമുണ്ട്. ഇത് വേറെ തലത്തിലുള്ള മമ്മൂട്ടിയെ കൊണ്ട് മാക്സിമം അല്ലെങ്കിൽ മമ്മൂട്ടിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സിനിമ. മമ്മൂട്ടി ആരാധകർ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന നടൻ്റെ അഭിനയ വിസ്ഫോടനം കാണാൻ കാത്തിരിക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെ. എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ സിനിമ ആരാധകർക്ക് വേറെ വ്യത്യസ്തമായ ഒരു സിനിമ കിട്ടാൻ പോവുകയാണ്. നാളെ മുതൽ അല്ലെങ്കിൽ ഈ സിനിമ ഇറങ്ങുന്നത് മുതൽ ഇതിൻ്റെ ഒരു ചർച്ചാ വിഷയം മമ്മൂട്ടി തന്നെയായിരിക്കും കാലങ്ങളോളം ഇന്ത്യൻ സിനിമയിലും വേൾഡ് സിനിമയിലും എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകതയായിട്ട് വരുന്നത്. എന്തായാലും വളരെ കുറഞ്ഞ ആളുകൾ മാത്രം അഭിനയിക്കുന്ന ഒരു സിനിമ ഏത് തരത്തിലായിരിക്കും നമ്മളെ പിടിച്ചിരുത്തുന്നത് എന്ന് നോക്കാം. ഇതിന് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഏരിയ അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പലരുടെയും അഭിപ്രായങ്ങൾ പറയുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലായിരിക്കാം വരാൻ പോകുന്നത്. എന്തായാലും ഒഫീഷ്യൽ ട്രെയിലർ ഇനിയും മണിക്കൂറുകൾ മാത്രം അല്ലെങ്കിൽ മിനിറ്റുകൾ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. ആരൊക്കെയാണ് ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കുന്നത് ഒന്ന് കമൻസിലൂടെ പറയാം. മീഡിയാസ്.